Hi dears, welcome back to our physics class. In the last class, we have started our fourth chapter, gravitation, and in the last class we have discussed universal law of gravitation. That is, all bodies in the universe attract each other, and the force of attraction between two bodies is directly proportional to their masses and inversely proportional to square of distance between them, and we get a equation for this mutual attraction or this mutual force, that is F is equal to G into m1 m2 divided by d square. Today we are going to take the topic force of gravity. Before entering to this topic, we know that there is a force of attraction between objects, that is force of attraction between earth and sun and earth and moon. Whatever may be the object, there is a force of attraction between those objects. Okay, today we are going to deal with the attraction between earth and object, that is earth and object in the surface of earth, that is force of gravity. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭൂമി എർത്ത് എന്ന് പറയുന്നത്, എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് എല്ലാ ഒബ്ജക്റ്റുകളെയും അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞത്. നമ്മളെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിക്കൊരു ഇക്വേഷനാണ് ഇന്ന് ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, സിമ്പിളാണ്. ഇഫ് ദ മാസ് ഓഫ് ദി എർത്ത് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എം, ആർ ഈസ് ഇറ്റ്സ് റേഡിയസ്, ദാറ്റ് ഈസ് എർത്ത്സ് റേഡിയസ്, ആൻഡ് സ്മോൾ ലെറ്റർ എം ദ മാസ് ഓഫ് ആൻ ഒബ്ജെക്ട് പ്ലേസ്ഡ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത്, then what will be the attractive force between them? അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ലോയിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞത്, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്, രണ്ട് ബോഡികൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ആണ് അല്ലേ. ഇവിടെ നമ്മൾ m1 പകരം ക്യാപിറ്റൽ ലെറ്റർ എം എടുത്തു, അതായത് എർത്തിൻ്റെ മാസ്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് എർത്തും ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന വേറൊരു ഒബ്ജക്റ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള എർത്തിൻ്റെ മാസും, ആൻഡ് സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ മാസുമാണ്. ഓക്കെ, ദെൻ ആർ ഈസ് ദ റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുള്ളത് എർത്താണ്, ഒന്ന് എന്താണ്, വേറൊരു ഒബ്ജക്റ്റും ആണ് അല്ലേ. അപ്പോൾ ഈ എർത്തിൻ്റെ റേഡിയസ് ആണ് ശരിക്കും എന്തായിട്ട് വരുന്നത്, ഈ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയി വരുന്നത്. സോ ദ ഡി ഈസ് ടേക്കൺ ആസ് ക്യാപിറ്റൽ ലെറ്റർ ആർ, ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് എർത്ത്. Therefore, force of attraction between a body on Earth's surface and the Earth is, അപ്പോൾ നമ്മൾ എർത്തും എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു ബോഡിയും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ജി m1 പകരം ക്യാപിറ്റൽ ലെറ്റർ എം, m2 പകരം സ്മോൾ ലെറ്റർ എം, ദാറ്റ് ഈസ് മാസ് ഓഫ് ദി ബോഡി ഓൺ ദി എർത്ത് സർഫസ്, ആൻഡ് ഡി is taken as r, so the r square. Here r is the radius of earth. Okay, see here we can see a picture, that is earth. So നോക്കൂ, നമുക്കറിയാം എർത്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ്, അല്ലെങ്കിൽ സ്ഫിയർ ഷേപ്പാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്താണ് കാരണം? യെസ്, എർത്തിന് ശരിക്കും ഒരു ജിയോയിഡ് ഷേപ്പാണുള്ളത് അല്ലേ, അതായത് ഒരു കോഴിമുട്ടൻ്റെ ഷേപ്പാണുള്ളത്. കോഴിമുട്ട ഒരു പെർഫെക്റ്റ് റൗണ്ട് ആണോ, അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ഫിയർ ആണോ? അല്ല അല്ലേ. കോഴിമുട്ടൻ്റെ എന്താണ് നമുക്കറിയാം, ഒരു ഭാഗം എന്താണ് കുറച്ച് ഇങ്ങോട്ട്
തള്ളിയിട്ടാണ് അല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു ഷേപ്പാണ് നമ്മുടെ എർത്തിനുള്ളത്. ഓക്കെ, നോക്കൂ, ഇതാണ് പോൾ എന്ന് പറയുന്നത്, ഇതാണ് ഇക്വേറ്റർ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും ആ സ്ഫിയറിൻ്റെ ഭാഗത്തേക്ക് വരക്കുന്നതാണ് നമ്മുടെ റേഡിയസ് അല്ലേ. അതുപോലെ തന്നെ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നും എർത്തിൻ്റെ സർഫസിലേക്ക് വരക്കുന്ന ആ ഒരു ലൈനാണ് എർത്തിൻ്റെ റേഡിയസ്. ഓക്കെ, ഇതെല്ലാം റേഡിയസ് ആണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലും എല്ലാം റേഡിയസ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബേസിൽ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഈസ് ദ എർത്ത് റിയലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്? എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്പിലാണോ? നോ അല്ലേ, നമ്മൾ പറഞ്ഞു ജിയോയിഡ് ഷേപ്പാണെന്ന് പറഞ്ഞു. ദെൻ ഈസ് ദ റേഡിയസ് ഓഫ് എർത്ത് സെയിം എനിവർ? എർത്തിൻ്റെ റേഡിയസ് എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ല. സ്ഫിയർ ആണെങ്കിൽ, ഒരു സ്ഫിയർ ആയിരുന്നു ഈ ഷേപ്പെങ്കിൽ റേഡിയസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ബട്ട് ദിസ് ഈസ് നോട്ട് സ്ഫിയർ അല്ലേ, സ്ഫിയർ അല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഡിയസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. നോക്കൂ, ഈ സെൻറ്ററിൽ നിന്ന് പോളിലേക്ക് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, പക്ഷേ സെൻറ്ററിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് ഈ പോളിലുള്ള ഡിസ്റ്റൻസിനേക്കാളും കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ ഈ പോളിലേക്കുള്ള റേഡിയസ് കുറവായിരിക്കും, ഇക്വേറ്ററിലാണെങ്കിൽ റേഡിയസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? ആൻസർ നോ എന്ന് എഴുതാം അല്ലേ. ദെൻ വേർ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ഈസ് ദ റേഡിയസ് മാക്സിമം? എവിടെയാണ് എർത്തിൻ്റെ സർഫസിൽ എവിടെയാണ് റേഡിയസ് മാക്സിമം ഉള്ളത്? യെസ്, ഇക്വേറ്റർ എന്നാണ് ആൻസർ. ദെൻ വേർ ഈസ് ഇറ്റ്സ് മിനിമം? എവിടേക്കാണ് മിനിമം? പോൾസിലേക്കാണ് മിനിമം. ഓക്കെ, ദെൻ at which part of earth is a body to be placed to experience the maximum force of attraction? Where the radius is large, where the radius is small. അതായത് നമുക്ക് എർത്തിൻ്റെ മാക്സിമം അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ എർത്തിൻ്റെ സർഫസിൽ ആ ഒരു ഒബ്ജക്റ്റിനെ എവിടെ പ്ലേസ് ചെയ്യണം എന്നാണ്. എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? യെസ്, റേഡിയസ് സ്മോൾ ആയുള്ളിടത്താണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ റേഡിയസ് സ്മോൾ ആയിടത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലാണ് എർത്തിൻ്റെ സെൻറ്ററിലേക്ക് അത് കൂടുതൽ അട്രാക്റ്റഡ് ആവുള്ളൂ അല്ലേ. കുറച്ച് ഭാഗമല്ലേ ഇവിടെ ഡിസ്റ്റൻസ് വരുള്ളൂ. പക്ഷേ ഇക്വേറ്ററിലാണെങ്കിലോ ഇത്രയും ഭാഗം ഈ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ റേഡിയസ് സ്മോൾ ആയിട്ടുള്ള പാർട്ടിലാണ് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. If a body is being continuously raised from the surface of air, what happened to the force of attraction? Increases or decreases എന്നാണ്. എന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ ഈ എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമ്മൾ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ടും ഇങ്ങനെ പൊക്കി കൊണ്ടുവരികയാണ് അല്ലേ. പൊക്കി കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് ഇവിടെയാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഈ പോൾസിലുള്ളതിനേക്കാളും അട്രാക്ഷൻ കുറവായിരിക്കും. കാരണം എന്താ, അവിടെ ഡിസ്റ്റൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ അട്രാക്ഷൻ എന്താണ്? കുറവാണ്. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെങ്ങനെ റേസ് ചെയ്ത് കൊണ്ടുകഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ്. ഇമാജിൻ ദാറ്റ് ദ ബോഡി ഈസ് മൂവ് ഫ്രം ദി സർഫസ് ഓൺ ദി എർത്ത് ഇറ്റ്സ് സെൻറ്റർ, വാട്ട് ഹാപ്പൻ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇവിടെയുള്ള ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് അടുപ്പിച്ച് കൊണ്ടുവരിക. ഈ സെൻറ്റർ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സെൻറ്ററിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? എന്താണ്? വാട്ട് ഹാപ്പൻ എന്നാണ്. അപ്പോൾ എന്താ എഴുതേണ്ടത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ് എന്ന് എഴുതാം. ഓക്കെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം അത് അടുത്ത് വരുന്നതോറും ഇത്രയല്ലേ സെൻറ്ററിലേക്കുള്ളൂ, അപ്പോൾ അത്രയും കൂടുതൽ അട്രാക്ട് ചെയ്യാൻ കഴിയും. എർത്തിൻ്റെ കേസിൽ പോൾസിലാണ് റേഡിയസ് ലോ, അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഇക്വേറ്ററിലാണ് റേഡിയസ് കൂടുതൽ, അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. നമുക്കറിയാം ഈ എർത്തും അതുപോലെ തന്നെ എർത്തിൻ്റെ സർഫസിലുള്ള ഒരു ബോഡിയും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ.
അതായത് നമ്മൾ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞല്ലോ അല്ലേ, അതായത് ഇവിടെ എം എന്ന് പറയുന്നത് എന്താണ്, ഈ എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ബോഡിയുടെ മാസാണ് അല്ലേ, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ മാസാണ്. അപ്പോൾ the force of attraction between earth and a body on its surface changes according to the mass of the body. ഈ ബോഡിയുടെ മാസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എഫ് എന്ന് പറയുന്നതും ചേഞ്ച് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഡസ് ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡി ചേഞ്ചസ് അക്കോർഡിംഗ് ടു മാസിനനുസരിച്ച് ഈ ബോഡിയുടെ ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആക്സിലറേഷൻ അല്ലേ. അതായത് വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. ഇറ്റ് മീൻസ് ഒരു മൂവ് ചെയ്യുന്ന ആ ഒരു സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് ആക്സിലറേഷൻ. ഇനി ഈ ആക്സിലറേഷൻ മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓൾ ബോഡീസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് എർത്ത്. എല്ലാ ബോഡീസും എർത്തിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ലേ. ദെൻ ഇഫ് എം ഈസ് ദ മാസ് ഓൺ ദി ബോഡി ആൻഡ് എഫ് ഈസ് ദ ഫോഴ്സ് ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഇസ് ഈക്വൽ ടു എം എ. അപ്പോൾ നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഒന്ന് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നാണ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എ എന്നതിനുള്ള ഇക്വേഷൻ എഫ് ബൈ എം എ എന്ന് കിട്ടും. സോറി, എഫ് ബൈ എം. ദാറ്റ് ഈസ് ഒബ്ജക്ട്സ് ആർ ആക്സിലറേറ്റഡ് ടുവേർഡ്സ് എർത്ത് ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എർത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് എല്ലാ ഒബ്ജക്റ്റുകളെയും അട്രാക്റ്റ് ചെയ്യുന്നു അല്ലേ, അട്രാക്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒബ്ജക്റ്റ് ഗെറ്റ് ആക്സിലറേറ്റഡ് അല്ലേ, മൂവ് ചെയ്യുന്നത് കാരണം അതിനൊരു ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ദിസ് ആക്സിലറേഷൻ ഈസ് നോൺ ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഈ ആക്സിലറേഷൻ എങ്ങനെയാണ് ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എർത്തിൻ്റെ സെൻറ്ററിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യുന്നത് കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നൊരു ഇക്വേഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ, വേർ എം ഈസ് ദ mass of the earth, small letter m is the mass of the object on the earth's surface and r is the radius of earth. Then നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇവിടെ ഈ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, ഗ്രാവിറ്റി കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ എനെ നമ്മൾ എന്ത് ചെയ്തു, ജി കൊണ്ട് ഡിനോട്ട് ചെയ്തു, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് ഡിനോട്ട് ചെയ്തു. ദെൻ ഈ രണ്ട് ഇക്വേഷൻസും രണ്ടും എഫിനുള്ള ഇക്വേഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻസ് എന്ത് ചെയ്തു, നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കൂ, വി ഗെറ്റ് എന്ത് ജി അല്ലേ, ജി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. എം ജി ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ഇതിൽ ജി കിട്ടണമെങ്കിൽ നമ്മൾ ജീനെ ഇവിടെ നിർത്തിയിട്ട് എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ ഇൻറ്റു എന്ന് പറഞ്ഞ് കിടക്കുന്ന എം ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ എം എന്നായിപ്പോവും. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ എം വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ എമ്മും ക്യാൻസലായിപ്പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ആക്സിലറേഷൻ ഓഫ് എ ബോഡി ചേഞ്ച് അക്കോർഡിംഗ് ടു മാസ് അല്ലേ, മാസിനനുസരിച്ച് ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഈ ബോഡിയുടെ മാസിനനുസരിച്ച് ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുമോ എന്നായിരുന്നു. അപ്പോൾ എന്താണ്, ചേഞ്ച് ചെയ്യോ, ഇല്ല. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ ഇക്വേഷനിൽ ബോഡിയുടെ മാസിനെ കാണിക്കുന്ന ഒരു ലെറ്റർ, ഒരു ടേം ഇല്ല. ഈ എം എന്താണ്, ഇത് എർത്തിൻ്റെ മാസാണ്. ഓക്കെ, അപ്പോൾ സ്മോൾ ലെറ്റർ എം ആയിരുന്നു, സ്മോൾ ലെറ്റർ എം ആണ് ആ ബോഡിയുടെ മാസിനെ കാണിക്കുന്ന ഇക്വേഷൻ.
ബോഡിയുടെ മാസിനെ കാണിക്കുന്ന ടേം. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഇക്വേഷനിൽ സ്മോൾ ലെറ്റർ എം ഇല്ല അല്ലേ, അതായത് ബോഡിയുടെ മാസിനെ കാണിക്കുന്ന ടേം ഇല്ല. സോ വി ക്യാൻ സേ acceleration of the body do not change with the mass of the body. ബോഡിയുടെ മാസിനനുസരിച്ച് ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ അല്ലെങ്കിൽ ആക്സിലറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാണ്? ഒന്ന് മാസ് ഓഫ് ദി എർത്ത് ആണ് അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ എം. ജി പിന്നെ ഏത് സമയവും കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? യെസ്, റേഡിയസ് ഓഫ് എർത്ത് ആണ് അല്ലേ. അതായത് 6 കൂടിക്കഴിഞ്ഞാലും 6 കുറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഈ ഒരു ഇക്വേഷൻ ചേഞ്ച് ചെയ്യും, നമുക്ക് കിട്ടുന്ന ആൻസർ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് എഴുതുക? ഫസ്റ്റ് ഇവിടെ ഒരു ഫാക്ടർ കൊടുത്തിട്ടുണ്ട്, മാസ് ഓഫ് എർത്ത്. ഇപ്പോൾ സെക്കൻഡ് ഫാക്ടർ എന്ത് എഴുതുക? റേഡിയസ് ഓഫ് ദി എർത്ത്. ഓക്കെ, സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി മാസ് ഓഫ് ദി ബോഡി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് വിൽ ബി സെയിം ഫോർ ഓൾ ബോഡീസ് ഫോളിങ് ടു ദി എർത്ത്. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് വീഴുന്ന എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. നെക്സ്റ്റ് നമ്മൾ ഇനി ആ കോൺസ്റ്റൻറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനായിട്ട് നോക്കൂ, ജി എന്താണെന്ന് നമുക്കറിയാം. ദെൻ മാസ് ഓഫ് എർത്തിൻ്റെ മാസ് ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ റേഡിയസ് ഓഫ് എർത്തും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജീൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ജി കാണാനുള്ള ഇക്വേഷൻ ജി ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ജിൻ്റെ വാല്യൂ, അതുപോലെ മാസ് ഓഫ് എർത്തിൻ്റെ വാല്യൂ, ദെൻ ആർ സ്ക്വയറിൻ്റെ വാല്യൂ എല്ലാം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ നമ്മളിവിടെ പറഞ്ഞു എല്ലാ ഭൂമിയിലേക്ക് ഫോളോ ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു സെയിം വാല്യൂ ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് ആ സെയിം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ജീൻ്റെ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ, സ്മോൾ ലെറ്റർ ജീൻ്റെ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ അവിടെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഈ ജീൻ്റെ വാല്യൂ എല്ലായിടത്തും സെയിമാണ്, എർത്തിലെ എല്ലായിടത്തും സെയിം ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് സെയിം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോൾസിൽ റേഡിയസ് കുറവാണ്, ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലാണെന്ന് അല്ലേ. ദെൻ വേർ വിൽ ബി ദ വാല്യൂ ഓഫ് ജി ബി ദ മാക്സിമം ഓൺ ദി എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ എവിടെയാണ് ജീൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത്? അപ്പോൾ നോക്കൂ, ജീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജി എം ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ. അതായത് ഈ റേഡിയസ് കുറഞ്ഞു കഴിഞ്ഞാലാണ് ജീൻ്റെ വാല്യൂ കൂടുന്നത്. ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ജി കോൺസ്റ്റൻ്റ് ആണ്, എർത്തിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ മാറാൻ കഴിയുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ആറാണ്, റേഡിയസ് ആണ്. നമ്മൾ പറഞ്ഞു പോൾസിലും ഇക്വേറ്ററിലൊക്കെ ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ആറിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലാണ് ജീൻ്റെ വാല്യൂ കൂടുന്നത്. അതായത് ഇത് ഡിനോമിനേറ്ററിൽ കിടക്കുന്നതാണ് വാല്യൂ അല്ലേ. ഇനി ഈ ആറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ജീൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അതായത് ഇവ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ എവിടെയാണ് ജീൻ്റെ വാല്യൂ മാക്സിമം ഉണ്ടാകുന്നത്? എവിടെയാണ്? യെസ്, ദ വാല്യൂ ഓഫ് ജി ബി മാക്സിമം അറ്റ് ദി പോളാർ റീജിയൻ. പോൾസിലാണ്. ഇവിടെ പോൾസ് എന്ന് എഴുതുക. കാരണം എന്താണ് പോൾസ് എന്ന് പറയാൻ കാരണം എന്താ? പോൾസിലാണ് റേഡിയസ് കുറവ്. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് ജീൻ്റെ വാല്യൂ കൂടുകയുള്ളൂ. ദെൻ വേർ വിൽ ബി ദ മിനിമം. എവിടെയായിരിക്കും മിനിമം? മിനിമം എവിടെയാണ്? യെസ്, ഇക്വേറ്ററിലാണ്. ഇക്വേറ്ററിലാണെന്ന് പറയാൻ കാരണം എന്താണ്? ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലാണ്. ഈ റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ഇത് ഡിനോമിനേറ്ററിലായതുകൊണ്ട് തന്നെ
എന്താണ് ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടും ഇത് കൂടിക്കഴിഞ്ഞാൽ ഇത് കുറയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് എഴുതുക? ഇക്വേറ്റർ എന്ന് എഴുതുക. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ജി അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത്? എർത്തിൻ്റെ സെൻറ്ററിൽ ജീൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിലാണെങ്കിൽ എന്താണ്? റേഡിയസ് ഇല്ല അല്ലേ? അപ്പോൾ ജീൻ്റെ വാല്യൂ എന്താണ്? 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ദ വാല്യൂ ഓഫ് ജി നമ്മൾ പറഞ്ഞു മാക്സിമം അറ്റ് ദി പോൾ ആൻഡ് മിനിമം അറ്റ് ദി ഇക്വേറ്റർ. പിന്നെ ആ വാല്യൂസ് എത്രയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് പോൾസിലുള്ള റേഡിയസും ഇക്വേറ്ററിലുള്ള റേഡിയസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ജീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതാണ്. നോക്കൂ, the value of G at the polar region is 9.83 meter per second square and it is 9.78 meter per second square at the equator. നോക്കൂ, പോൾസിൽ തന്നെയല്ലേ കൂടുതൽ 8.3യും ദെൻ ഇക്വേറ്ററിലാണെങ്കിൽ 0.78 ആണ്. ഈ ഇക്വേറ്ററിലുള്ളതിൻ്റെയും പോളാർ റീജിയനിലെയും ജീൻ്റെ ആവറേജിനെയാണ് നമ്മൾ ഈ 9.8 ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ജീൻ്റെ വാല്യൂ നമ്മൾ ന്യൂമറിക്കലി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഇപ്പോൾ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് പറഞ്ഞു, അതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി F is equal to G/m ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഇതിലൊന്ന് ക്യാപിറ്റൽ ലെറ്റർ എമ്മും ഒന്ന് സ്മോൾ ലെറ്റർ എമ്മാണ്. ഒന്ന് എർത്തിൻ്റെ മാസാണ് ക്യാപിറ്റൽ ലെറ്റർ എം, മറ്റേത് എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ മാസാണ് സ്മോൾ ലെറ്റർ എം. r എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു റേഡിയസ് ഇക്വേറ്ററിലും പോൾസിലും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ബേസിൽ എങ്ങനെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നു എന്നും ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ വന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലേക്കാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതായത് എല്ലാ ഒബ്ജക്റ്റുകളെയും എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷനാണ്. അപ്പോൾ G=Gm ഡിവൈഡഡ് ബൈ r സ്ക്വയർ ആണ്. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എർത്തിൻ്റെ മാസിനെയും എർത്തിൻ്റെ റേഡിയസിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ അതായത് സ്മോൾ ലെറ്റർ എം എന്ന ടേം ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷനിൽ ഇല്ല എന്നർത്ഥം. ദെൻ നമ്മൾ മാക്സിമം മിനിമം എങ്ങനെ വരുന്നു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബേസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ലെറ്റർ ജിക്ക് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നൊരു വാല്യൂ നമ്മൾ കണ്ടെത്തി. ഇതിൻ്റെ ബേസിൽ നമ്മളടുത്തൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ആ പ്രോബ്ലം ഇവിടെ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ A=G എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ഇവിടുത്തെ A എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്. അപ്പോൾ ഇത് G ആണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തത് കാരണം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ ആൻസറിൽ നോക്കൂ, ഈ ആൻസർ കിട്ടിയിട്ടുള്ളത് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ 9.83 എന്ന് പറഞ്ഞത് എവിടെയായിരുന്നു? G എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, പോളാർ റീജിയനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സിൻസ് ദ വാല്യൂ ഓഫ് G ഈസ് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ദിസ് ആക്ടിവിറ്റി മസ്റ്റ് ഹാവ് ടേക്കൺ പ്ലേസ് അറ്റ് ദി പോളാർ റീജിയനിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടാവുക എന്നാണ് ആ ഒരു ജീൻ്റെ വാല്യൂയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ 9.78 ആണ് നമുക്ക് കിട്ടിയെങ്കിൽ അത് എവിടെയായിരിക്കും? ഇക്വേറ്ററിലായിരിക്കും. ഇന്നത്തെ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന ഹെഡിങ് എഴുതുക. ദെൻ എന്താണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ആ ഒരു ഡെഫിനിഷൻ എഴുതുക. ദെൻ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് F=Gm by r square where G is the gravitation constant അതിൻ്റെ വാല്യൂ എഴുതുക. M is equal to mass of earth and small letter m is equal to mass of the body on the surface of earth. Then r is the radius of earth. Okay. Then ഈ ഒരു പിക്ചർ വരച്ചിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. ഈ ഒരു പിക്ചർ നിങ്ങൾ വരച്ചിട്ട് ഈ കാര്യങ്ങൾ എഴുതുക കേട്ടോ.
ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എഴുതാം, ഓൾ ദ ഒബ്ജക്റ്റ് ആർ ആക്സിലറേറ്റഡ് ടുവേർഡ്സ് ദി എർത്ത് ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ്, ഈ ഒരു ടേം എഴുതുക. ദെൻ ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ സ്മോൾ ലെറ്റർ ജി ഈക്വൽ ടു GM by r സ്ക്വയർ, വേർ ജി എന്താണ് എഴുതുക, ക്യാപിറ്റൽ ലെറ്റർ എം എന്താണെന്ന് എഴുതുക, ആർ എന്താണെന്ന് എഴുതുക. ഓക്കെ, ദെൻ അതിന് തൊട്ടു താഴെയായിട്ട് ഇതൊന്ന് ബോക്സിലാക്കിയിട്ട് എഴുതി വെക്കുക. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് മാസ് ഓഫ് എർത്തും ആൻഡ് റേഡിയസ് ഓഫ് എർത്തും ആണെന്ന് മെൻഷൻ ചെയ്യുക. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ പോളാർ റീജിയനിലെ വാല്യൂ എടുത്ത് എഴുതുക, അതുപോലെ തന്നെ ഇക്വേറ്ററിലുള്ള വാല്യൂ എടുത്ത് എഴുതുക. ദെൻ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 അതാണെന്നും എഴുതുക. ഓക്കെ, ഈ ഒരു വേർഡ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്.